പോളിംഗ് സാമഗ്രികൾ എത്തുന്നതടക്കമുള്ള കാര്യങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും മലബാർ മേഖല ഇത്തവണ ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതിൽ മുന്നണികൾക്കെല്ലാം തന്നെ ആകാംക്ഷയുണ്ട്. വികസന കാര്യങ്ങൾ, മനുഷ്യ വന്യജീവി സംഘർഷം, അതോടൊപ്പം ഇതുവരെയുള്ള ജനപ്രതിനിധികൾ വികസന നേട്ടങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ജനങ്ങൾ ഉയർത്തുമ്പോൾ വലിയ ആകാംക്ഷയിൽ തന്നെയാണ് എല്ലാ മുന്നണികളും തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. അതെ രോഹിണി, ഇപ്പോൾ ഈ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കൗണ്ടറുകളിലേക്ക് അതിന് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ വന്ന് ഇരുന്നു കഴിഞ്ഞു. ആ കൗണ്ടറുകളിലൊക്കെ വിതരണം ചെയ്യാൻ ആവശ്യമായ സാമഗ്രികൾ വിതരണം ചെയ്യേണ്ട ഡ്യൂട്ടിയിലുള്ള ആളുകളൊക്കെ വന്നു കഴിഞ്ഞു. അത് സ്വീകരിക്കേണ്ട ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിൽ മലബാറിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3-4 മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളുടെ റിസൾട്ട് എന്തായിരിക്കുമെന്ന ആകാംക്ഷയിൽ ജനങ്ങൾ കാത്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് വയനാട്. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ മത്സരിക്കുന്ന ഒരു പ്രത്യേകതയാണ് അവിടെ ഉള്ളത്. രാഹുൽ ഗാന്ധി 2019 അമേഠിയിൽ നിന്ന് വന്ന് മത്സരിക്കാൻ തുടങ്ങിയതോടുകൂടി കുറച്ചധികം ജനശ്രദ്ധ ആകർഷിച്ച ഒരു മണ്ഡലമാണ് വയനാട്. അവിടെ ശക്തമായ മത്സരത്തിന് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വലിയൊരു വെല്ലുവിളി സൃഷ്ടിക്കാനോ രാഷ്ട്രീയമായ ഒരു ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കാനോ ബിജെപി തയ്യാറായി എന്നതാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ രംഗത്തിറക്കിയതിൽ കൂടി അവർ മുന്നോട്ടേക്ക് വെച്ചത്. അവിടെ കെ സുരേന്ദ്രൻ എത്രത്തോളം വോട്ട് പിടിക്കും, അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ വർദ്ധിപ്പിക്കുന്ന വോട്ടെത്ര, കെ സുരേന്ദ്രന്റെ വിജയ ശതമാനം എത്രത്തോളമാണ് എന്നൊരു ആകാംക്ഷ ഈ മലബാറിലെ മേഖലയിലെ തിരഞ്ഞെടുപ്പ് രംഗത്തെ സജീവ ചർച്ചാ വിഷയമാണ്. മറ്റൊരു ചർച്ചാ വിഷയം ഈ വടകര ലോക്സഭാ മണ്ഡലമാണ്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ, സൈബർ ആക്രമണങ്ങൾ, വ്യക്തിഹത്യ, അശ്ലീല പ്രചരണം തുടങ്ങിയ രീതിയിലായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. അവിടുത്തെ വിജയ ശതമാനം അല്ലെങ്കിൽ വിജയം ആരുടെ കൂടെ നിൽക്കും എന്ന ഒരു കൗതുകം അല്ലെങ്കിൽ ആകാംക്ഷ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മറ്റൊന്ന് കണ്ണൂർ ലോക്സഭാ മണ്ഡലമാണ്. കണ്ണൂരും ഈ പറഞ്ഞതുപോലെ KPCCയുടെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ മത്സരിക്കുന്നൊരു പ്രത്യേകതയുണ്ട്. മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകതയല്ല, ആദ്യഘട്ടം മുതൽ താൻ മത്സര രംഗത്തുണ്ടാവില്ല എന്ന് പറഞ്ഞ KPCC പ്രസിഡന്റിന് കണ്ണൂരിൽ മത്സരിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരികയുണ്ടായി. അപ്പോൾ ആ സ്ഥലത്തെ റിസൾട്ടും ഏത് രീതിയിലായിരിക്കും പ്രതിഫലിക്കുക എന്ന ഒരു കൗതുകം, ആകാംക്ഷ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിൽ 3-4 മണ്ഡലങ്ങളാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളെങ്കിലും എല്ലാ മണ്ഡലങ്ങളിലും ത്രികോണ മത്സരത്തിലുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ്, ശക്തമായ മത്സരം നടക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. കാരണം BJP അവതരിപ്പിച്ചിരിക്കുന്ന അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശിനെയാണ്. 3 തവണ മണ്ഡലത്തിൽ ജയിച്ചു വന്ന ആത്മവിശ്വാസത്തോടു കൂടി MK രാഘവനോട് മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ മണ്ഡലം പിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുമായി ഇളമരം കരീമിനെ LDF രംഗത്തിറക്കിയിരിക്കുന്നു. BJPക്ക് 1,60,000-ലധികം വോട്ടുള്ള മണ്ഡലമാണ്. ഇവിടെ BJPയുടെ വോട്ട് വർധനവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ജയപരാജയങ്ങളെ നിർണ്ണയിക്കുക. BJP തങ്ങളുടെ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതവർ എല്ലാ ഘട്ടത്തിലും പങ്കുവയ്ക്കുന്നു. അട്ടിമറി വിജയമായിരിക്കും ഇത്തവണ കോഴിക്കോട് ഉണ്ടാവുക എന്ന പ്രതീക്ഷ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഇതേപോലെ തന്നെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലം മലബാറിലേത് കാസർഗോഡാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പരമ്പരാഗതമായി BJPക്ക് വലിയ വോട്ടുണ്ട്. തുളു മേഖലകളിലൊക്കെ മംഗലാപുരത്തോടൊക്കെ ചേർന്ന് കിടക്കുന്ന മണ്ഡലങ്ങൾ, മഞ്ചേശ്വരം, കാസർഗോഡ് തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് വരുന്നു. നിസാര വോട്ടുകൾക്ക് പാർട്ടിയുടെ തന്നെ BJPയുടെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ നിയമസഭാ മണ്ഡലത്തിൽ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ ഒരു മണ്ഡലം ഉൾപ്പെടുന്ന മണ്ഡലമാണ് ലോക്സഭാ മണ്ഡലം. അവിടെ ML അശ്വിനി എന്ന് പറയുന്ന വനിതാ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി തിരഞ്ഞെടുപ്പ് രംഗത്ത് ശക്തമായ മത്സരം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ BJP നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഈ പറഞ്ഞതുപോലെ 2 ലക്ഷത്തിനടുത്ത് 1,75,000 വോട്ടുകൾ BJPക്ക് അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുക എന്നത് അസാധ്യമാണ്. ആരുടെ കൂടെ മണ്ഡലം നിൽക്കും എന്നറിയണമെങ്കിൽ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണുന്ന ദിവസം വരെ തന്നെ കാത്തിരിക്കേണ്ടി വരും. ഇത്തരത്തിൽ ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന 2-3 മണ്ഡലങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്ന, കൗതുകത്തോട് നോക്കുന്ന, ആകാംക്ഷയോടെ നോക്കുന്ന വടകര, വയനാട് തുടങ്ങിയ മണ്ഡലങ്ങൾ, കണ്ണൂർ തുടങ്ങിയ മണ്ഡലങ്ങളുണ്ട്. ഇത്തരത്തിൽ എല്ലാ മുന്നണികളും വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോഴും അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ സമവാക്യങ്ങളും രാഷ്ട്രീയ ചർച്ചകളും കൊണ്ട് വിവാദമായ മണ്ഡലങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മലബാറിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ വളരെ പ്രത്യേകതയോട് കൂടിയിട്ടാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. അതെ, ഗോകുൽ പറഞ്ഞതുപോലെ തന്നെ മലബാർ ഇത്തവണ തെരഞ്ഞെടുപ്പിന് ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് ആകാംക്ഷയോടെ തന്നെയാണ് മുന്നണികൾ നോക്കിക്കാണുന്നത്.